എല്ലാവർക്കും എജുടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനേഷൻ, പർപ്പസ്, അതുപോലെ തന്നെ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റെപ്സ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് ഒരു 6 സ്റ്റെപ്സാണ് ഉള്ളത്. പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ദി ഡിസൈൻ ഫോർ ദി ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ദി ബ്ലൂ പ്രിൻറ്റ്, റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റം, പ്രിപ്പറേഷൻ ഓഫ് ദി സ്കോറിംഗ് ആൻഡ് മാർക്കിംഗ് സ്കീം ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഇങ്ങനെ ഒരു 6 സ്റ്റെപ്സാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള 6 സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന 2 വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ബേസ്ഡ് ഓൺ ബ്ലൂംസ് ടാക്സോണമി, അടുത്തത് ബേസ്ഡ് ഓൺ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ ഈ 2 ടാക്സോണമി ഉപയോഗിച്ച് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ സ്റ്റെപ്സുകളെല്ലാം ആ 6 സ്റ്റെപ്സുകൾ തന്നെയാണ്. അതിൽ ഡിസൈൻ എന്ന് പറഞ്ഞ സ്റ്റെപ്സിൽ മാത്രം വ്യത്യാസം വരുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് നമുക്ക് വേഗം ഒന്ന് ഓർത്തെടുക്കാം. 1956 ബെഞ്ചമിൻ സാമുവൽ ബ്ലൂം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കേഴ്സും കൂടി ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, അതായത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന് 3 ഡൊമൈൻസിലാക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതാണ് കൊഗ്നിറ്റീവ്, എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. ഈ 3 ഡൊമൈൻസിലാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇവർ ഈ 3 ഡൊമൈൻസിനെ വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ടാക്സോണമി രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രൂപത്തിൽ, അതായത് ലോവർ ലെവൽ ടു ഹയർ ഓർഡർ തിങ്കിങ് ലെവൽസ് വരെ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതി. അതിനെയാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് മെയിനായിട്ട് കൊഗ്നിറ്റീവ് ഡൊമൈനിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. അത് നോളേജ് മുതൽ ഇവാലുവേഷൻ വരെയുള്ള, ലോവർ ഓർഡർ ആയിട്ടുള്ള നോളേജ് മുതൽ ഹയർ ഓർഡർ വരെയുള്ള ഇവാലുവേഷൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 1956 ബെഞ്ചമിൻ സാമുവൽ ബ്ലൂം എന്ന സയൻറ്റിസ്റ്റും അദ്ദേഹത്തിൻ്റെ വർക്കേഴ്സും കൂടി എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 ഡൊമൈൻസിലായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ആ 3 ഡൊമൈൻസിനെ അവർ വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അതിനെയാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ടുള്ള സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്. ഏതൊരു കാര്യവും നന്നായിട്ട് നടക്കുന്നതെങ്കിൽ അതിനൊരു നന്നായിട്ടുള്ളൊരു പ്ലാനിങ് അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1ാമത്തെ പാഠത്തിൻ്റെ ടെസ്റ്റാണ് നമ്മൾ നടത്താൻ പോകുന്നതെങ്കിൽ 1ാമത്തെ പാഠത്തിൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഉള്ളത്, ആ ഒരു ഒബ്ജക്റ്റീവ്സ് കുട്ടി അച്ചീവ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി തന്നെയാണോ ഞാൻ പരീക്ഷ നടത്തുന്നത്. ആ ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ് ഞാൻ ചെക്ക് ചെയ്യണമെന്നുണ്ട്. അതായത് കുട്ടി ആ ഒരു പാഠത്തിൽ ഇപ്പോൾ കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം. ആ എല്ലാ ഒബ്ജക്റ്റീവ്സും കുട്ടി അച്ചീവ് ചെയ്തെന്ന് അറിയണമെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം, എത്രത്തോളം മാർക്കിനാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്, എത്രത്തോളം ടൈം ആ ഒരു മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് എത്ര 1 മണിക്കൂർ വേണോ 2 മണിക്കൂർ വേണോ എന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 1ാമത്തെ പാഠത്തിലെ ടെസ്റ്റാണ് നടത്തുന്നതെങ്കിൽ അതിൽ ഒരിക്കലും 2ാമത്തെ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ വരാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എക്സാമിനൊക്കെ കാണാറുണ്ട്, ആനുവൽ എക്സാമിനൊക്കെ പുറത്ത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു പോയ ഒരു കുട്ടിക്ക് പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവർക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്ത് ഒബ്ജക്റ്റീവ്സ് ആണോ കുട്ടിക്ക് അച്ചീവ് ചെയ്തതെന്ന് അറിയാനാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് തന്നെ ആവണം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 1ാമത്തെ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്, എത്ര മാർക്കിനാണ്, എത്രത്തോളം ടൈം ഉണ്ട് ആ ഒരു ടെസ്റ്റിന് എന്നൊക്കെ കൺസിഡർ ചെയ്യുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദി ടെസ്റ്റ്. നമ്മൾ ആ ഒരു ടെസ്റ്റിൻ്റെ എത്രത്തോളം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുമെന്ന് അറിയണം, മാർക്ക് നോക്കണം, ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കണ്ടൻറ്റ്, ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ലെവൽ എന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ. അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2ാമത്തെ പാഠം അല്ലെങ്കിൽ 1ാമത്തെ പാഠം 2 പാഠം കൂട്ടിയിട്ടാണ് നമ്മൾ പരീക്ഷ നടത്തുന്നതെങ്കിൽ ഓരോ പാഠത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റീവ്സിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം. മൈനർ ഒബ്ജക്റ്റീവ് ഉണ്ടാവാം, മേജർ ഒബ്ജക്റ്റീവ്സിന് ഉണ്ടാവാം. അപ്പോൾ മേജർ ഒബ്ജക്റ്റീവ്സിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം, മൈനർ ഒബ്ജക്റ്റീവിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നതാണ് ഫസ്റ്റ് വൺ ആയിട്ടുള്ള വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്. ദെൻ വെയിറ്റേജ് ടു കണ്ടൻറ്റ്. ഒബ്ജക്റ്റീവ്സ് പറയുന്ന പോലെ തന്നെ 2 പാഠം നമ്മൾ ഒരുമിച്ചുള്ള പരീക്ഷ നടത്തുന്നെങ്കിൽ എത്രത്തോളം വെയിറ്റേജ് ഓരോ കണ്ടന്റിനും കൊടുക്കണം, മേജർ കണ്ടന്റ് എന്താണ്, മൈനർ കണ്ടന്റ് എന്താണ് എന്ന രീതിയിൽ ഓരോന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് മാറ്റി ഓരോന്നിനും വെയിറ്റേജ് കൊടുക്കുന്നതാണ് വെയിറ്റേജ് ടു കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ കണ്ടന്റ് നോക്കി വെച്ചു, അതുപോലെ തന്നെ
ഒബ്ജക്റ്റീവ്സ് നോക്കി വെച്ചു. ഇനി അടുത്തത് നമ്മൾ ഫോം ഓഫ് ക്വസ്റ്റ്യൻ. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും നമ്മൾ ഒരു മീഡിയം മാത്രമുള്ള ക്വസ്റ്റ്യൻസ് മുന്നിൽ നിൽക്കാനായിട്ട് പാടില്ല. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 3, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പും വേണം, ഷോർട്ട് ആൻസർ വേണം, എസ്സേ ടൈപ്പ്, 3 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ എപ്പോഴും ഏറ്റവും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ അത് കുട്ടികൾക്ക് ഭയങ്കര ബോറായിരിക്കും. ഫുള്ള് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഫോം ഓഫ് ക്വസ്റ്റ്യൻ, 3 ഫോം ഓഫ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഏതൊക്കെയാണോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ പോയിട്ട് കൊടുക്കുക. ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഷോർട്ട് ആൻസർ, എസ്സേക്ക് ആണെങ്കിൽ എസ്സേക്ക്. അപ്പോൾ എത്രത്തോളം വെയിറ്റേജ് ഷോർട്ട് ആൻസർ കൊടുക്കണം, എത്രത്തോളം വെയിറ്റേജ് എസ്സേക്ക് കൊടുക്കണം എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ആ ഒരു തേർഡ് സ്റ്റേജാണ് വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫോം ഓഫ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫിക്കൽട്ടി ലെവൽ. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തുന്ന പേപ്പർ എന്ന് പറയുന്നത് ഒരിക്കലും നല്ല സിമ്പിൾ ആവാനും പാടില്ല, നല്ല ടഫ് ആവാനും പാടില്ല. കാരണം നല്ല സിമ്പിളായി കഴിഞ്ഞാൽ എബോ ആവറേജ് കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് തോന്നും. നല്ല ടഫായി കഴിഞ്ഞാൽ ബിലോ ആവറേജ് കുട്ടികൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഒരു ആവറേജ് ലെവലിലായിരിക്കണം. വെയിറ്റേജ്, അതായത് ഡിഫിക്കൽട്ടി ലെവലിന് ഇത്ര വെയിറ്റേജ് കൊടുക്കണം, ടഫ് ക്വസ്റ്റ്യൻ ഇത്ര വെയിറ്റേജ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത്ര വെയിറ്റേജ് എന്ന രീതിയിൽ നമ്മൾ ഡിഫിക്കൽട്ടി ലെവലിന് മുന്നേ തന്നെ ഒരു വെയിറ്റേജ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രത്തോളം ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ടെസ്റ്റിൽ നോക്കുന്നത്. അതായത് വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്, വെയിറ്റേജ് ടു കണ്ടന്റ്, ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ലെവൽ. എത്രത്തോളം ഏതൊക്കെ ഫോം ഓഫ് ക്വസ്റ്റ്യൻ വേണം, എത്രത്തോളം ഡിഫിക്കൽട്ടി ലെവൽ കൊടുക്കണം, ഏതൊക്കെ കണ്ടന്റ് ആണ് മേജറായിട്ട് വരുന്നത്, എത്രത്തോളം മേജർ ഒബ്ജക്റ്റീവ്സ് മൈനർ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, ഇതിനെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റേജ് കൊടുക്കുന്നതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള വെയിറ്റേജ് ടു പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈൻ ഫോർ ദി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എല്ലാ വെയിറ്റേജും, ഒബ്ജക്റ്റീവ്സ്, വെയിറ്റേജ് ടു കണ്ടന്റ്, വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമ്മളൊരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഓരോ ഡിസൈൻ നമ്മൾ ഓരോ ടേബിളും ആദ്യം കൺസിഡർ ചെയ്യും. വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്, വെയിറ്റേജ് ടു കണ്ടന്റ് എന്ന ഇതിലൊക്കെ നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യും. ഇനി ഇതിനെല്ലാം കൺസോൾട്ടേറ്റ് നമ്മൾ ഒറ്റ ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ ബ്ലൂ പ്രിൻറ്റിൽ നമ്മൾ ഡിഫിക്കൽട്ടി ലെവലും കൂടി ചിലവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാറില്ല, ബ്ലൂ പ്രിൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ബ്ലൂ പ്രിൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഡിഫിക്കൽട്ടി ലെവലിന് ഒരു കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ്, ഒരു യൂണിറ്റ് മാത്രമാണെങ്കിൽ നമ്മൾ ടെസ്റ്റിന് യൂസ് ചെയ്യുമെങ്കിൽ അതിനെയാണ് യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മൾ പറഞ്ഞു, ഡിസൈനിൽ 4 കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് ഒബ്ജക്റ്റീവ്സ് എത്ര വെയിറ്റേജ് കൊടുക്കണം, കണ്ടന്റിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം, പിന്നെ ഡിഫിക്കൽട്ടി ലെവലിന് എത്ര വെയിറ്റേജ് കൊടുക്കണം, ഫോം ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോന്നിനും ടേബിൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അതിനെയാണ് ബ്ലൂ പ്രിൻറ്റ് എന്ന് പറയുന്നത്. അതിനൊരു 3 ഡയമെൻഷണൽ ചാർട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് ചിലർ അതിന് 4 ഡയമെൻഷണൽ ചാർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടി ലെവൽ ചിലവർ ആഡ് ചെയ്യാറുണ്ട്, ചിലവർ ആഡ് ചെയ്യാറില്ല. ഡിഫിക്കൽട്ടി ലെവൽ ആഡ് ചെയ്താൽ അത് 4 ഡയമെൻഷണൽ ചാർട്ടാവും, അല്ലെങ്കിൽ ഇതിനൊരു 3 ഡയമെൻഷണൽ ചാർട്ട് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഒരു ബ്ലൂ പ്രിൻ്റ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും നോളേജ്, മുകളിൽ ഒബ്ജക്റ്റീവ്സ്, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, പിന്നെ സ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോം ഓഫ് ക്വസ്റ്റ്യൻ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടന്റ് എത്രത്തോളം ഉണ്ട്, പിന്നെ നമ്മൾ ടേബിളിൽ സബ് ടോട്ടൽ നമ്മൾ മൊത്തം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര മാർക്ക് ഉണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൽ OSE എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ആ ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒബ്ജക്റ്റീവ്, ഷോർട്ട് ആൻസർ, എസ്സേ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രാക്കറ്റിലും പുറത്തും നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് മാർക്കും ഇൻസൈഡ് ദി മാർക്കറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ യൂണിറ്റ് 1 എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണ് ഇൻസൈഡ് ദി ബ്രാക്കറ്റ് കൊടുക്കുന്നത്. ഔട്ട്സൈഡ് ദി ബ്രാക്കറ്റ് കൊടുക്കുന്നത് അതിൻ്റെ മാർക്കുകളാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒബ്ജക്റ്റീവിൽ യൂണിറ്റ് 1 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇൻസൈഡിൽ 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യനും ഔട്ട്സൈഡ് 3 എന്ന് പറയുന്നത് മാർക്കുമാണ്. ആ 3 ക്വസ്റ്റ്യനും കൂടിയുള്ള മാർക്ക്, 3 മാർക്ക്. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം മൊത്തം ടാലിയാക്കി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് മാർക്സ് ടാലിയാക്കി വരുന്നതാണ് ഈ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് നടത്തുമ്പോൾ ആദ്യം ഈ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ തന്നെ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഒബ്ജക്റ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം ഷോർട്ട് ആൻസർ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റീവ്, അതായത് നോളജ് ലെവലിൽ എത്ര ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ലെവലുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിൽ എത്ര ഉണ്ട്, ഹയർ ഓർഡറിൽ ഏതൊക്കെ വരുന്നുണ്ട് എന്ന രീതിയിൽ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ആയിരിക്കും. ഇതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ്.
ഇനി ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്. ഈ ബ്ലൂ പ്രിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സ്റ്റെപ്പാണ് റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യാറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടാണ് ബ്ലൂ പ്രിൻറ്റ് ചെയ്യാറ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. ആ ബ്ലൂ പ്രിൻറ്റിൽ തന്നെ നമുക്ക് എല്ലാ ലെവൽസും വന്നോ, എല്ലാ ക്വസ്റ്റ്യൻസും വന്നോ, എല്ലാ ഫോം ഓഫ് ക്വസ്റ്റ്യനും വന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ടത് ആ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ബ്ലൂ പ്രിൻറ്റിന് ശേഷമാണ് ആ ബ്ലൂ പ്രിൻറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റം ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സ്റ്റേജാണ് റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. അത് അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലൂ പ്രിന്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വന്നോ, എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടോ, എല്ലാ മേഖലയിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ക്രോസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ പ്രിന്റ് നമ്മൾ നേരത്തെ എഴുതി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഐറ്റംസ് എഴുതുമ്പോൾ ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ്, അതായത് പ്രിലിമിനറി ഡീറ്റെയിൽസ്, ഏത് വർഷത്തെ പരീക്ഷയാണ്, ഏത് പരീക്ഷ നടത്തുന്നത്, ചാപ്റ്ററിൻ്റെ പേര്, ടൈം എത്രയാണ്, ഡ്യൂറേഷൻ എത്രയാണ്, മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ് എല്ലാം എഴുതിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ഐറ്റംസ് ഈ ബ്ലൂ പ്രിന്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ആ ഒരു സ്റ്റേജാണ് നമ്മൾ റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് ഉണ്ടാക്കേണ്ട സ്കോറിംഗ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പും ഉണ്ട്, എസ്സേ ടൈപ്പ് ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, ആ വാല്യൂസിനെ നമ്മളൊരു വാല്യൂ പോയിന്റ്സ് ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ ഒരു സ്കോറിംഗ് ആൻഡ് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിന് ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, ഒറ്റ ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മാർക്ക് നമ്മൾ കൊടുക്കും. പക്ഷേ ഷോർട്ട് ആൻസർ, എസ്സേ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ വാല്യൂ പോയിന്റ്സ് മുന്നേ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഓരോ വാല്യൂ പോയിന്റ്സിന് എത്ര മാർക്ക് കൊടുക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇത് ഒരു ഇക്വേഷൻ വെച്ച് ഒരു ഡെറിവേഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഒരു ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എഴുതുന്നതിന് ഒരു മാർക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ഒരു മാർക്ക്, കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു മാർക്ക്, ആൻസറിന് ഒരു മാർക്ക്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 മാർക്കാണെങ്കിൽ ആ 4 മാർക്ക് നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് വെച്ച് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കിംഗ് സ്കീം എഴുതി വയ്ക്കുന്നത്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, അവർക്ക് മാർക്ക് വന്നതിൽ കുറവ് വന്നിട്ടുണ്ട്, അതിന് ഡൗട്ട്സ് വല്ലതും പറയുകയാണെങ്കിൽ നമുക്ക് ഈ മാർക്കിംഗ് സ്കീമിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് ഇട്ടതെന്ന് നമുക്ക് പറയാനായിട്ട്, ഒതൻറ്റിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കിംഗ് സ്കീമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമ്മൾ സ്കോറിംഗ് കീ ആൻഡ് ഷോർട്ട് ആൻസർ ആൻഡ് എസ്സേക്ക് മാർക്കിംഗ് സ്കീമും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വാല്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒബ്ജെക്ഷൻസ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് അല്ലെങ്കിൽ ഒരു മാർക്കിങ്ങിനെ വെച്ച് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് വന്നാൽ നമുക്ക് ഒതൻറ്റിക് ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു മാർക്കിംഗ് സ്കീമും സ്കോറിംഗ് കീ ഉണ്ടാക്കി വെക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. നമ്മളിപ്പോൾ എല്ലാം ചെയ്തു വെച്ചു. ഇനി ആ ഒരു എല്ലാം ചെയ്തു വെച്ച സാധനങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ലാസ്റ്റ് ഒരു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ക്രോസ് മാച്ച് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കിയ കണ്ടന്റ്, ഒരു ഫോം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടന്റ്, ഒബ്ജക്റ്റീവ്, സ്പെസിഫിക്കേഷൻ, ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ലെവൽ, മാർക്സ്, ടൈം. അതായത് നമ്മൾ ഏത് കണ്ടന്റാണ് എടുത്തിരിക്കുന്നത്, അതിന് എന്ത് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്ത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതായത് സ്കിൽ എന്താണ് വരുന്നത്, ഫോം ഓഫ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ആണോ, ഷോർട്ട് ആൻസർ ആണ്, എസ് ആണോ, ഡിഫിക്കൽട്ടി ലെവൽ ഈസി ആണോ, മോഡറേറ്റ് ആണോ, ഡിഫിക്കൽട്ട് ആണോ, മാർക്സ് എത്ര കൊടുക്കുന്ന, ടൈം. അങ്ങനെ നമ്മൾ ഓരോ ഉണ്ടാക്കി വെച്ച ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും വരാത്തതുണ്ടോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫൈനൽ സ്റ്റേജാണ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജും കൂടി കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് നമ്മളൊരു ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, പ്രോപ്പർ പ്ലാനിങ് നമുക്ക് വേണം. ഏത് കണ്ടന്റാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റാണോ, എത്ര മാർക്കാണ്, എത്ര സ്കോറാണ്, എത്ര ടൈമാണെന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് വെക്കും. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി വെക്കും. അതായത് ഏതൊക്കെ കണ്ടന്റ് കൊടുക്കണം, ഏതൊക്കെ ഒബ്ജക്റ്റീവ്സിന് എത്ര വെയിറ്റേജ് കൊടുക്കണം, ഫോം ഓഫ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വേണ്ടത്, ഡിഫിക്കൽട്ടി ലെവൽ ഏതൊക്കെയാണ് വേണ്ടെന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ഉണ്ടാക്കി വെക്കും. ആ ഡിസൈൻ നമ്മളൊരു ചാർട്ടിലാക്കി റെപ്രസെൻറ്റ് ചെയ്ത ഒരു ബ്ലൂ പ്രിൻ്റ് ആയി. പിന്നെ ആ ബ്ലൂ പ്രിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ മൊത്തം കീപ്പ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്. അതായത് പ്രിലിമിനറി ഡീറ്റെയിൽസ്, എത്ര മാർക്കാണ്, എത്ര ടൈമാണ്, ഇൻസ്ട്രക്ഷൻസ് എന്താണ്, എല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കും. ദെൻ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കോറിംഗ് ആൻഡ് വാല്യൂ മാർക്കിംഗ് സ്കീം, അതായത് വാല്യൂ പോയിന്റ്സിനനുസരിച്ച് എത്ര മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ മാർക്കിംഗ് സ്കീമും നമ്മൾ റെഡിയാക്കി വെക്കും. പിന്നെ ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസിലൂടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റെപ്സ് 6 സ്റ്റെപ്സിലൂടെയാണ് നമ്മളൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് പ്ലാനിങ്, ഡിസൈൻ, ബ്ലൂ പ്രിന്റ്, റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റം, സ്കോറിംഗ് ആൻഡ് മാർക്കിംഗ് സ്കീം, പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് ആൻസർ. ഇത്തരത്തിലുള്ള 6 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ ബ്ലൂംസ് ടാക്സോണമി നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.